ഇന്ന് നമ്മൾ നോക്കാൻ പോവുക ഒരു 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും ഒരു 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് കണ്ടു. അതോടൊപ്പം തന്നെ ഒരു 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് കണ്ടു. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിങ്ങുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡീസൽ എഞ്ചിൻ്റെ വർക്കിങ്ങും, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിമേ നമുക്ക് ആദ്യം 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഇമേജസ് ഉണ്ട്. ഓരോ ഇമേജസും സൂചിപ്പിക്കുക ഓരോ സ്ട്രോക്കാണ്. ഫസ്റ്റ് സ്ട്രോക്ക്, സെക്കൻഡ് സ്ട്രോക്ക്, തേർഡ് സ്ട്രോക്ക് ആൻഡ് ഫോർത്ത് സ്ട്രോക്ക്. ഫസ്റ്റ് സ്ട്രോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്. സെക്കൻഡ് വണ്ണാണ് കംപ്രഷൻ സ്ട്രോക്ക്. തേർഡ് വണ്ണാണ് പവർ സ്ട്രോക്ക്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സോസ്റ്റ് സ്ട്രോക്ക്. നമ്മൾ പെട്രോളിൽ കണ്ട പോലെ തന്നെ അതേ സ്ട്രോക്കുകൾ തന്നെയാണ് ഇവിടെ. ഇനി ഇവിടെ ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ട്, എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ട്, ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്പാർക്ക് പ്ലഗ് അല്ല, പകരം ഫ്യൂവൽ ഇഞ്ചക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്ട്രോക്കും കാണാം. ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്. അപ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത്? പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുന്നു. ആ സമയം എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആക്കുമ്പോൾ എയർ ആയിരിക്കും ഇൻലെറ്റ് മാനിഫോൾഡ് വഴി എഞ്ചിനിലേക്ക് കയറുന്നത്. പെട്രോൾ എഞ്ചിൻ്റെ കേസ് ആകുമ്പോൾ അവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരിക്കും വരുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിൻ്റെ കേസിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആക്കുമ്പോൾ എയർ മാത്രമായിരിക്കും എഞ്ചിനിലേക്ക് വരിക. അപ്പോൾ ഇനി സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ എഞ്ചിനകം മുഴുവൻ എയർ ഫില്ലാവുന്നു, അല്ലെങ്കിൽ സിലിണ്ടറിനകം മുഴുവൻ എയർ ഫില്ലാവുന്നു. ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക്, ഇൻടേക്ക് സ്ട്രോക്ക് ഓർ സക്ഷൻ സ്ട്രോക്ക്. അപ്പോൾ ഇത്തരത്തിൽ പിസ്റ്റൺ ടി ഡി സിയിൽ നിന്നും ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സിലിണ്ടറിനകത്തൊരു ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുമൂലം എയറിനെ എഞ്ചിനിലേക്ക് സക്ക് ചെയ്യുന്ന രീതി ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രോക്കിനെ സക്ഷൻ സ്ട്രോക്ക് എന്നും പറയാൻ കാരണം. ഇനി അടുത്ത സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. ഇവിടെ പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ എനിവേ ഇൻടേക്ക് സ്ട്രോക്കിൻ്റെ എൻഡിൽ പിസ്റ്റൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബോട്ടം ഡെഡ് സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഈ ഇൻടേക്ക് സ്ട്രോക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇൻലെറ്റ് വാൽവ് അടയുന്നു, എക്സോസ്റ്റ് വാൽവ് ഓൾറെഡി ക്ലോസ് ആയിരിക്കും. ദെൻ അതിനുശേഷമായിരിക്കും കംപ്രഷൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കുന്നു? പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഈ സിലിണ്ടറിനകത്തുള്ള എയറിനെ കംപ്രസ് ചെയ്ത് വളരെ ഹൈ പ്രഷറിലേക്കും ടെമ്പറേച്ചറിലേക്കും മാറ്റുന്നു. അപ്പോൾ പെട്രോൾ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കംപ്രഷൻ റേഷ്യോ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയറിനെ നന്നായി കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ കംപ്രസ് ചെയ്ത എയറിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, പ്രഷറും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ 2 വാൽവ്സും ക്ലോസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എയറിനെ എസ്കേപ്പ് ചെയ്തു പോകാൻ മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ കംപ്രസ്ഡ് ആയിട്ട് എയറിനെ മാറ്റുന്നു. ഈ ഒരു സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. അപ്പോൾ പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് എയറിനെ കംപ്രസ് ചെയ്യുന്നു. ദെൻ അങ്ങനെ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫ്യൂൽ ഇഞ്ചക്ടറിൽ നിന്ന് ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നു. വളരെ ആറ്റമൈസ്ഡ് ആയിട്ട് ഉള്ള രീതിയിൽ ഫൈൻ സ്പ്രേ ആയിട്ട് ഫ്യൂവലിനെ ഈ വളരെ ഹൈ ടെമ്പറേച്ചറിലുള്ള എയറിലേക്ക് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവിടെ ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുമൂലം ഒരു ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നു. ആ പ്രഷർ മൂലം പിസ്റ്റൺ താഴേക്ക് വരുന്നു. അപ്പോൾ അതാണ് പവർ സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഒരു സ്ട്രോക്കാണ് പവർ സ്ട്രോക്ക്, നമുക്ക് പവർ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന സ്ട്രോക്ക്. ഓക്കെ ദെൻ ഈ ഒരു പവർ സ്ട്രോക്കിലും 2 വാൽവ്സും ക്ലോസ്ഡ് ആയിരിക്കും, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് വരുന്നു.
ഓക്കെ, പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകുന്നു. ആ സമയത്തും ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ഈ സിലിണ്ടറിനകത്തുള്ള ബേൺഡ് ഗ്യാസിനെ എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി പുറത്തേക്ക് കളയുന്നു. ഓക്കെ, പിന്നെയും കുറച്ച് എക്സോസ്റ്റ് ഗ്യാസ് സിലിണ്ടറിനകത്ത് റിമെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ മിച്ചമുള്ളതിനെയും കൂടെ കളയാൻ വേണ്ടി പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യും. ബോട്ടത്തിൽ നിന്ന് പിസ്റ്റൺ ടോപ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് സിലിണ്ടറിനകത്ത് റിമെയിൻ ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസിനെയും കൂടെ മാനിഫോൾഡ് വഴി പുറത്തേക്ക് കളയുന്നു. അപ്പോൾ ആ ഒരു സ്ട്രോക്കാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇപ്പം ഇത്തരത്തിൽ ഈ 4 സ്ട്രോക്കുകൾ ചേരുമ്പോഴാണ് ഒരു ഡീസൽ എഞ്ചിൻ്റെ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പവർ കിട്ടുന്ന ആകെ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നതാണ് പവർ സ്ട്രോക്ക്. അപ്പോൾ ഈ പവർ സ്ട്രോക്കിൻ്റെ പവറിൽ ഒരു പാർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കി 3 സ്ട്രോക്കുകളും വർക്ക് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പോലെ തന്നെ ഇവിടെ, അതായത് അതേ രീതി തന്നെയാണ് ഇവിടെയും 4 സ്ട്രോക്ക് ഡീസലും വർക്ക് ചെയ്യുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നു. ദെൻ ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ വരുന്നത് പെട്രോളിൻ്റെ കേസ് ആവുകയാണെങ്കിൽ, പെട്രോൾ എഞ്ചിൻ്റെ കേസ് ആവുകയാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ വരുന്നു. ഡീസൽ എഞ്ചിൻ്റെ കേസിൽ എയർ മാത്രം വരുന്നു. അതാണ് മേജറായിട്ടുള്ള വ്യത്യാസം. അതോടൊപ്പം തന്നെ ഇവിടെ കംപ്രഷൻ റേഷ്യോ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറും പിസ്റ്റണും അതുപോലുള്ള എൻജിൻ പാർട്സും എല്ലാം വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഡീസൽ എഞ്ചിന് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആകെ പവർ ഔട്ട്പുട്ട് കിട്ടുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നതാണ് പവർ സ്ട്രോക്ക്. ഈ പവർ സ്ട്രോക്കിൻ്റെ ഒരു പാർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കി 3 സ്ട്രോക്കുകളായ ഇൻടേക്ക് സ്ട്രോക്കും കംപ്രഷൻ സ്ട്രോക്കും എക്സോസ്റ്റ് സ്ട്രോക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാക്കി വരുന്ന പവർ ആയിരിക്കും നമ്മൾ വീലിലേക്ക് കൊടുക്കുന്നത്. ആ പവറിൽ തന്നെ ഒരു പാർട്ട് പവർ ക്യാം ഷാഫ്റ്റിന് വേണ്ടി പോകും, AC വർക്ക് ചെയ്യാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്സസറീസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പവർ പോയിട്ട് റിമൈനിങ് പവർ ആയിരിക്കും നമ്മൾ വീലിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇനി ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്രോളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്ക് 4 സ്ട്രോക്കിൽ ഒരു സ്ട്രോക്കിൽ മാത്രമാണ് പവർ കിട്ടുന്നത്. അതല്ലെങ്കിൽ ഈ ക്രാങ്ക് എന്ന് പറയുന്നത് 360 + 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പവർ കിട്ടുന്നത്. ഓക്കെ, 4 സ്ട്രോക്കിൽ ഒരു സ്ട്രോക്കിലാണ് പവർ. അതല്ല എങ്കിൽ ക്രാങ്കിൻ്റെ 2 ഫുൾ റവല്യൂഷനിലാണ് നമുക്ക് ഒരു പവർ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് ഈ കാണുന്നത്. 4 സ്ട്രോക്ക്, സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, ദെൻ എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു തെർമോഡൈനാമിക്സിൽ ഡീസൽ സൈക്കിൾ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൈക്കിളാണ് ഡീസൽ സൈക്കിൾ. അപ്പോൾ നമ്മളിനി എങ്ങനെയാണ് ഈ ഡീസൽ സൈക്കിൾ ഡീസൽ എഞ്ചിനിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാവുന്നത്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ നമ്മൾ ഓട്ടോ സൈക്കിൾ എങ്ങനെ മോഡിഫൈ ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഡീസൽ സൈക്കിളും ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തും ഡീസൽ എഞ്ചിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. അതായത് നമ്മൾ 2 പ്രോസസ്സ് അഡീഷണലായിട്ട് ചേർക്കും. ഒരു ഇൻടേക്ക് പ്രോസസ്സും അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റ് പ്രോസസ്സും. ഓക്കെ, എനിവേ നമുക്ക് പ്രോസസ്സ് ഇവിടെ ഏതൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യം പറയാം. E to A എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്, A to B ഉണ്ട്, B to C ഉണ്ട്, C to D ഉണ്ട്, D to A ഉണ്ട്, ദെൻ ലാസ്റ്റ് പ്രോസസ് ഈസ് A to E. അപ്പോൾ ആദ്യം ഫസ്റ്റ് പ്രോസസ്സാണ് E to A. E to A എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇൻടേക്ക് സ്ട്രോക്ക്. അതായത് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രോക്കാണ് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്. അപ്പോൾ ആ ഒരു സ്ട്രോക്കാണ് നമ്മൾ ഇത്തരത്തിൽ PV ഡയഗ്രത്തിൽ EA എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ EA എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് സക്ഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്ക്. ദെൻ പിസ്റ്റൺ A എന്ന പൊസിഷനിൽ എവിടെയായിരിക്കും? ബോട്ടം ഡെഡ് സെൻറ്ററിലായിരിക്കും പിസ്റ്റൺ ഇരിക്കുന്നത്. അപ്പോൾ A ഇൻഡിക്കേറ്റ്സ് ബോട്ടം ഡെഡ് സെൻറ്റർ.
ദെൻ സിലിണ്ടറിനകത്തേക്ക് കയറിയ ഈ എയറിനെ കംപ്രസ് ചെയ്യുക. അപ്പോൾ ആ കംപ്രഷൻ പ്രോസസ്സാണ് A to B എന്ന് പറയുന്നത്. തിയററ്റിക്കലി നമ്മൾ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറയും, പക്ഷേ ആക്ച്വലി ഐസെൻട്രോപ്പിക് അല്ല. എനിവേ കംപ്രഷൻ. അപ്പോൾ A to B എന്ന് പറയുന്നതാണ് കംപ്രഷൻ. അപ്പോൾ എ എന്ന പൊസിഷൻ, അതായത് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്ത് എയറിനെ കംപ്രസ് ചെയ്ത് വളരെ ഹൈ ടെമ്പറേച്ചറിലേക്കും വളരെ ഹൈ പ്രഷറിലേക്കും മാറ്റുന്നു. ഓക്കെ, ദെൻ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലെത്തി. ദെൻ നമ്മൾ ഫ്യൂവല് സ്പ്രേ ചെയ്യുന്നു. ഫ്യൂവല് സ്പ്രേ ചെയ്യുമ്പോൾ അവിടെ കമ്പസ്റ്റൻ നടക്കുന്നത് മൂലം പിസ്റ്റൻ്റെ ടോപ്പിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ദെൻ പിസ്റ്റൺ താഴേക്ക് ജസ്റ്റ് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ B to C എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഫ്യൂവല് സ്പ്രേ ചെയ്യുമ്പം ഒരു കത്തലുണ്ടാകുന്നു, അല്ലെങ്കിൽ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുമൂലം പിസ്റ്റൺ ചെറുതായിട്ടൊന്ന് താഴോട്ട് വരും. മീൻസ് അവിടെ ഒരു വോളിയം ചേഞ്ച് ഉണ്ടാകും. എന്തിനാണ് വോളിയം ചേഞ്ച്? തിയററ്റിക്കലി നമുക്ക് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു വോളിയം ചേഞ്ച്. ഓക്കെ, എനിവേ വീണ്ടും കമ്പസ്റ്റൻ നടന്ന് ആ കമ്പസ്റ്റൻ കംപ്ലീറ്റ് സ്വിങ്ങിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് യഥാർത്ഥ പ്രഷർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ പിസ്റ്റൺ ദെൻ പതുക്കെ ബോട്ടത്തിലേക്ക് മൂവ് ചെയ്യുന്നു, ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് പവർ സ്ട്രോക്ക്. ഓക്കെ, അങ്ങനെ പവർ സ്ട്രോക്ക് കംപ്ലീറ്റ് ആയി പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ വന്നിരിക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യും? എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആക്കുന്നു. കുറേ ബേൺഡ് ഗ്യാസ് എക്സോസ്റ്റ് വാൽവിൽ കൂടെ, എക്സോസ്റ്റ് മാനിഫോൾഡിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടർ വോളിയമാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ ഇനിമേ പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സിസ്റ്റത്തിൻ്റെ എനർജിയും കൊണ്ട് കുറേ ഗ്യാസ് എക്സോസ്റ്റ് മാനിഫോൾഡിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് പ്രഷർ താഴുന്നത്. അപ്പോൾ നമ്മുടെ പ്രോസസ്സിൽ പ്രഷർ താഴുന്നു. ഓക്കെ, ദെൻ ബോട്ടം ഡെഡ് സെൻറ്ററിലുള്ള പിസ്റ്റൺ അങ്ങനെ പ്രഷർ താഴ്ന്നു എ എന്ന പ്രോസസ്സിലേക്ക് എത്തുന്നു. അപ്പോൾ എനിവേ അങ്ങനെ പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ വരുന്നു. ദെൻ ആ ബോട്ടം ഡെഡ് സെൻറ്ററിലുള്ള പിസ്റ്റൺ അഗെയിൻ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് പോകുന്നു. ആ പ്രോസസ്സാണ് നമ്മൾ A to E എന്ന് പറയുന്ന എക്സോസ്റ്റ് സ്ട്രോക്ക്. ദെൻ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്ത് സിലിണ്ടറിനകത്ത് റിമെയിൻ ചെയ്യുന്ന ബേൺ ഗ്യാസിനെ തള്ളി പുറത്തേക്ക് കളയുന്നു. ദെൻ അതിനുശേഷം വീണ്ടും സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്, അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഡീസൽ സൈക്കിൾ, എങ്ങനെയാണ് ഡീസൽ സൈക്കിളും അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്ട്രോക്കും തമ്മിൽ റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പ്രോസസ് E to A എന്ന് പറയുന്നതാണ് സക്ഷൻ സ്ട്രോക്ക്. ഹിയർ ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെൻറ്റർ ടു ബോട്ടം ഡെഡ് സെൻറ്റർ. ഇൻലെറ്റ് വാൽവ് ഓപ്പൺസ് ആൻഡ് ദ ഫ്രഷ് എയർ. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഡീസൽ എഞ്ചിന് ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ എയർ മാത്രമായിരിക്കും വരിക. ആൻഡ് ദ ഫ്രഷ് എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ എഞ്ചിൻ സിലിണ്ടർ ആൻഡ് ദ എക്സോസ്റ്റ് വാൽവ് റിമെയിൻസ് ക്ലോസ്ഡ്. ദെൻ A to B എന്ന് പറയുന്നതാണ് കംപ്രഷൻ. A to B. The piston moves from bottom dead center to top dead center and compress the air. Both valve remains closed. Then അടുത്ത പ്രോസസ്സാണ് B to C എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അതാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പ്രോസസ്സ്. Just before the end of stroke, the fuel is injected in the form of fine spray through fuel injection valve. The temperature of the compressed air is sufficiently high to ignite the fuel and combustion take place. The injection of fuel is continued for some time and is cut off at point C. Both valve remains closed. അപ്പോൾ B to C എന്ത് സംഭവിക്കുന്നു? പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലെത്തുന്നു, ദെൻ ഫ്യൂല് സ്പ്രേ ചെയ്യുന്നു. ആ ഫ്യൂല് കണ്ടിന്യൂസ് ആയിട്ട് C വരെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ,
അപ്പോൾ അതോടൊപ്പം തന്നെ ഫ്യൂൽ സ്പ്രേ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ കമ്പസ്റ്റിനും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുമുണ്ട്. ദെൻ അത് പൂർണ്ണമായും ആ കമ്പസ്റ്റിന് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടുക. Then power stroke. Piston moves from TDC to BDC and thus work is done. Both the valves remain closed. Then D2A. This is D2A. At the end of stroke, exhaust valve opens and exhaust gas flow outside through exhaust valve. Then last process ആണ് A to E. A to E. Piston moves from BDC to TDC for the removal of the burnt gases. Inlet valve remains closed and exhaust valve opens. This completes the cycle and the engine is ready to suck air again. Okay. അപ്പോൾ ഇവിടെ സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ദെൻ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരൊറ്റ സ്ട്രോക്കിൽ നിന്നാണ് ആ ഒരു സ്ട്രോക്കിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട്, ആ പവറിൻ്റെ ഒരു പാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി സ്ട്രോക്കുകൾ വർക്ക് ചെയ്യുന്നു. അത്തരത്തിൽ ഈ സൈക്കിൾ റൺ ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് അടുത്തത് ഒരു 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ്. നമ്മൾ പെട്രോൾ 2 സ്ട്രോക്ക് പറഞ്ഞിരുന്നു, അതേപോലെ തന്നെയാണ് ഇവിടെ. വ്യത്യാസമുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ കൊണ്ടുവരുന്നു. ദെൻ എയർ ഫ്യൂവൽ മിക്സ്ചർ എൻട്രി ചെയ്യുന്ന സ്ഥാനത്ത് എയർ മാത്രം എൻട്രി ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഡീസലിലുള്ളൂ. അത് 4 സ്ട്രോക്ക് ആയാലും 2 സ്ട്രോക്ക് ആയാലും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി 2 സ്ട്രോക്ക് പെട്രോൾ പറഞ്ഞ പോലെ നമുക്കിവിടെ വാൽവുകളില്ല, ആകെ ഉള്ളത് പോർട്ടുകളാണ്. ഇൻലെറ്റ് പോർട്ട്, ട്രാൻസ്ഫർ പോർട്ട്, ദെൻ എക്സോസ്റ്റ് പോർട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻലെറ്റ് പോർട്ട്, ട്രാൻസ്ഫർ പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്, അങ്ങനെ 3 പോർട്ടുകൾ മാത്രമേ നമുക്ക് ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഡയഗ്രം നോക്കാം. ഇവിടെ ഇൻലെറ്റ് പോർട്ടുണ്ട്, അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ടുണ്ട്, ദെൻ ട്രാൻസ്ഫർ പോർട്ടുണ്ട്. ദെൻ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്തു എന്ന് കരുതുക. പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യാൻ നേരത്ത് ആദ്യം ട്രാൻസ്ഫർ പോർട്ട് അടയും, ദെൻ എക്സോസ്റ്റ് പോർട്ട് അടയും. വീണ്ടും പിസ്റ്റൺ കുറച്ചുകൂടെ മുകളിലോട്ട് മൂവ് ചെയ്യാൻ നേരത്ത് ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആകും. ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആകുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള എയർ ഈ ക്രാങ്ക് കേസിലേക്ക് വന്ന് ക്രാങ്ക് കേസ് മുഴുവൻ ഫില്ലായിട്ട് ഇരിക്കും. അങ്ങനെ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു, അവിടെ എയറിനെ കംപ്രസ് ചെയ്തു. ദെൻ ആ കംപ്രസ് ചെയ്ത എയറിലേക്ക് നമ്മൾ ഫ്യൂല് സ്പ്രേ ചെയ്തു. അങ്ങനെ അവിടെ കമ്പസ്റ്റിൻ നടന്നു. ദെൻ ആ കമ്പസ്റ്റിൻ മൂലം പിസ്റ്റൺ താഴേക്ക് വരുന്നു. പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ആദ്യം അടയുന്നത് ഈ ഇൻലെറ്റ് പോർട്ടായിരിക്കും. ഇൻലെറ്റ് പോർട്ട് ആദ്യം അടയുന്നു. ദെൻ അതിനുശേഷം വീണ്ടും പിസ്റ്റൺ താഴേക്ക് വരാൻ നേരത്ത് എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആകുന്നു. അപ്പോൾ ബേൺഡ് ഗ്യാസ് എല്ലാം ഈ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോകുന്നു. വീണ്ടും പിസ്റ്റൺ താഴോട്ട് വരാൻ നേരത്ത് ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകുന്നു. ദെൻ ട്രാൻസ്ഫർ പോർട്ടിൽ കൂടെ ക്രാങ്ക് കേസും ട്രാൻസ്ഫർ പോർട്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രാങ്ക് കേസിൽ നിന്ന് ട്രാൻസ്ഫർ പോർട്ട് വഴി ഫ്രഷ് എയർ ഈ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എത്തുന്നു. ദെൻ ആ പിസ്റ്റൻ്റെ ടോപ്പ് ഒരു ക്രൗൺ ഷേപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ പോർട്ടിൽ നിന്ന് വരുന്ന എയറിനെ പിസ്റ്റൺ ഡീവിയേറ്റ് ചെയ്യിപ്പിച്ച് മുകളിലേക്ക് വിടുന്നു. അങ്ങനെ മുകളിലേക്ക് ആ എയർ സർക്കുലേറ്റ് ചെയ്ത് ആ എയർ തന്നെ ഈ എക്സോസ്റ്റ് ഗ്യാസിനെ കുറേ എക്സോസ്റ്റ് പോർട്ടിൽ കൂടെ തള്ളിക്കളയുന്നു. കാരണം ട്രാൻസ്ഫർ പോർട്ട് വഴി കയറി വരുന്ന ഫ്രഷ് ആയിട്ടുള്ള എയർ ഇത്തരത്തിൽ സിലിണ്ടറിൻ്റെ മുകളിലേക്കൊക്കെ പോയി സിലിണ്ടറിൽ റിമെയിൻ ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ തള്ളി എക്സോസ്റ്റ് പോർട്ട് വഴി വിടുന്നു. അതിനെയാണ് നമ്മൾ സ്കാവെഞ്ചിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഒരു 2 സ്ട്രോക്കിൻ്റെ ഡീസലിൻ്റെ വർക്കിംഗ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പെട്രോളിൻ്റെ 2 സ്ട്രോക്ക് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. വ്യത്യാസമായ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്പാർക്ക് പ്ലഗ് മാറി, ഫ്യൂൽ ഇഞ്ചക്ടർ വന്നു. ദെൻ ഫ്യൂൽ എയർ മിക്സ്ചറിന് പകരം എയർ മാത്രമായിട്ട് വരുന്നു. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ക്രാങ്ക് കേസ് മുഴുവൻ എയർ ഫില്ലായിട്ടിരിക്കുക. ആ എയറിനെ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പുഷ് ചെയ്യുകയാണ്. എങ്ങനെ?
ഈ ട്രാൻസ്ഫർ പോർട്ടിലൂടെ എൻട്രി ചെയ്ത് ഈ സിലിണ്ടറിനകത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഫോഴ്സാണ് ഇത്തരത്തിൽ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കാരണം എയർ എല്ലാം ക്രാങ്ക് കേസ് മുഴുവൻ ഫില്ലായി കിടക്കുക. അപ്പോൾ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എയറിലൊരു പുഷിങ് എഫക്റ്റ് വരും. അങ്ങനെ പുഷിങ് എഫക്റ്റ് വരുമ്പോൾ എയറിന് എസ്കേപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പോർട്ട് വഴി സിലിണ്ടറിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് മാർഗം. ഓക്കെ, ഇനി ഇവിടെയും നമുക്ക് പൊല്യൂഷൻ വളരെ കൂടുതലാണ്. കാരണം 4 സ്ട്രോക്കിലാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ട്രോക്ക് തന്നെയുണ്ട് എക്സോസ്റ്റ് ഗ്യാസിനെ കളയാൻ വേണ്ടി. കാരണം എക്സോസ്റ്റ് ഗ്യാസ് എഞ്ചിനകത്ത് കടന്നു കഴിഞ്ഞാൽ അത് അടുത്ത കമ്പസ്റ്റൻ വരാൻ നേരത്ത് ആ കമ്പസ്റ്റൻ ഒരു കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന രീതിയിലേക്ക് മാറ്റത്തില്ല. കാരണം എക്സോസ്റ്റ് ഗ്യാസ് ഉള്ളിടത്തോളം കാലം ആ ഒരു കമ്പസ്റ്റൻ പാർഷ്യൽ കമ്പസ്റ്റൻ എന്ന രീതിയിലേക്ക് മാറും. അങ്ങനെ പാർഷ്യൽ കമ്പസ്റ്റൻ സംഭവിച്ചാൽ അവിടെ പൊല്യൂഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ 4 സ്ട്രോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 സ്ട്രോക്കിൽ ഈ എക്സോസ്റ്റ് ഗ്യാസിന് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള സമയം വളരെ കുറവാണ്. കാരണം 4 സ്ട്രോക്കിൽ സെപ്പറേറ്റ് ഒരു സ്ട്രോക്ക് ഉണ്ട് എക്സോസ്റ്റ് ഗ്യാസിനെ കളയാൻ. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ പിസ്റ്റൻ്റെ ആ താഴോട്ടുള്ള മൂവ്മെൻറ്റിൽ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ സഡനായിട്ട് പോകാവുന്ന അത്രയും എക്സോസ്റ്റ് ഗ്യാസേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് പൊല്യൂഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് 2 സ്ട്രോക്ക് ഡീസൽ എൻജിൻ്റെ വർക്കിംഗ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊല്യൂഷൻ കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, അതായത് പെട്രോൾ എഞ്ചിൻ ആകുമ്പോൾ ഫ്യൂവൽ എയർ മിക്സ്ചർ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ എയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എയർ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോയാലും പ്രശ്നമില്ല. എന്നിരുന്നാലും അവിടെ ഒരു ഡ്രോബാക്കും വരും. കാരണം ഈ എൻജിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി, കാരണം എയർ കൂടുതലും എൻജിനകത്തേക്ക് തന്നാലേ കമ്പസ്റ്റിൻ കൂടുതൽ സുഖകരമാകത്തുള്ളൂ, അല്ലെങ്കിൽ പെർഫോമൻസ് കൂടുതലും ഉണ്ടാകത്തുള്ളൂ. നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു കമ്പസ്റ്റിൻ വേണമെങ്കിൽ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു എയർ വേണം. അപ്പോൾ എയർ ഇത്തരത്തിൽ എക്സോസ്റ്റ് പോർട്ട് വഴി പോയാലും കമ്പസ്റ്റിൻ ബെറ്റർ അല്ലാതാകും, അവിടെയും നമുക്ക് പൊല്യൂഷന് കാരണമാകും. ഓക്കെ, പിന്നീട് നമ്മളെപ്പോഴും 2 സ്ട്രോക്കിൽ പറയുന്ന പോലെ നമുക്ക് ആകെ 2 സ്ട്രോക്കുകളേ ഉള്ളൂ. പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കംപ്രഷൻ നടക്കുന്നു, അതോടൊപ്പം തന്നെ ഇൻലെറ്റ് പോർട്ട് വഴി എയർ നമ്മുടെ ക്രാങ്ക് കേസിലേക്ക് വന്ന് ക്രാങ്ക് കേസിൽ ഫില്ലാവുകയും ചെയ്യുന്നു. ദെൻ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പവറും അതോടൊപ്പം തന്നെ ആ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആകുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. സോ അത്തരത്തിൽ നമുക്ക് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ സക്ഷനും കംപ്രഷനും നടക്കുന്നു, പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ നമുക്ക് പവറും അതുപോലെ തന്നെ എക്സോസ്റ്റും ഒരേ സമയം സംഭവിക്കുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ സക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും വേറൊരു രീതിയിലും കൂടെ നമ്മൾ പറയും. മറ്റൊന്നുമല്ല, നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിൻ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എഞ്ചിനകത്തേക്ക് എയർ വരുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. എഞ്ചിനകത്തേക്ക് എയർ വരുന്ന സ്ട്രോക്ക്. അപ്പോൾ നമുക്ക് 2 സ്ട്രോക്കിൻ്റെ കേസിൽ എഞ്ചിനകത്തേക്ക് എയർ വരുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകുമ്പോൾ ട്രാൻസ്ഫർ പോർട്ട് വഴിയാണ് നമ്മൾ എയർ എഞ്ചിനകത്തേക്ക് എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതും ഒരു സക്ഷൻ എന്ന രീതിയിൽ പരിഗണിക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ പിസ്റ്റൺ ക്രൗൺ യൂസ് ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ ക്രൗൺ എന്തിനു വേണ്ടിയാണ്? ട്രാൻസ്ഫർ പോർട്ട് വഴി എഞ്ചിനകത്തേക്ക് വരുന്ന എയറിൻ്റെ ഡയറക്ഷൻ ഡീവിയേറ്റ് ചെയ്യാനുള്ളതാണ് പിസ്റ്റൺ ക്രൗൺ. It is used for controlling the movement of air and emission. കാരണം എയറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് മുകളിലേക്ക് വിട്ട് ദെൻ മുകളിലൊക്കെയുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ തള്ളി എക്സോസ്റ്റ് പോർട്ടിൽ കൂടെ കളയാൻ ഇത് ഉപകരിക്കുന്നു. ദെൻ സക്ഷൻ സ്റ്റേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ സക്ഷൻ ഉദ്ദേശിക്കുമ്പോൾ ട്രാൻസ്ഫർ പോർട്ട് വഴി എയർ അതിനകത്തേക്ക് വരുന്നതിനെ സക്ഷനായിട്ട് എടുക്കുന്നു. പക്ഷേ ആക്ച്വലി പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ ക്രാങ്ക് കേസിലേക്ക് എയർ വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിസ്റ്റൺ ഗോയിങ് ടുവാർഡ്സ് ബോട്ടം ഡെഡ് സെൻറ്റർ. ദെൻ ഫസ്റ്റ് ഇൻലെറ്റ് പോർട്ടിനെ ക്ലോസ് ചെയ്യും.
ദെൻ അതിനുശേഷം എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആകും, ദെൻ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകും. അപ്പോൾ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകുമ്പോൾ ഫ്രഷ് എയർ ഫ്ലോസ് ഇൻ ടു ദ സിലിണ്ടർ ഫ്രം ദ ക്രാങ്ക് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് എയർ ബൈ ദ ലോവർ സൈഡ് ഓഫ് ദ പിസ്റ്റൺ. അത് ഞാൻ പറഞ്ഞിരുന്നു. പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ഈ ക്രാങ്കേസിനകത്ത് മുഴുവൻ ഫില്ലായിരിക്കുന്ന എയറിൽ ഒരു നമ്മളൊരു കംപ്രഷനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫോഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സ് മൂലം എയർ കൂടുതലും ട്രാൻസ്ഫർ പോർട്ട് വഴി എഞ്ചിനകത്തേക്ക് വരുന്നതിന് സഹായിക്കുന്നു. Then introduction of fresh air pushes the burnt gases out of the cylinder. നമ്മൾ അതിനെയാണ് സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അപ്വാർഡ് മൂവ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ ഫസ്റ്റ് കവർ ദ ട്രാൻസ്ഫർ പോർട്ട് ആൻഡ് ദെൻ ദ എക്സോസ്റ്റ് പോർട്ട്. എയർ ഈസ് കംപ്രസ്ഡ് ഡ്യൂ ടു അപ്വാർഡ് മോഷൻ ഓഫ് പിസ്റ്റൺ. Also in this stage the inlet port opens and the fresh air enters into the crankcase through inlet port. അപ്പോൾ മുകളിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ആദ്യം ട്രാൻസ്ഫർ പോർട്ട് അടയും, പിന്നെ എക്സോസ്റ്റ് പോർട്ട് അടയും, പിന്നെയാണ് ആര് തുറക്കുന്നത്? ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആയി എയർ ക്രാങ്കേസിലേക്ക് വന്ന് ക്രാങ്കേസിൽ എയർ ഫില്ലാവുന്നത്. ഓക്കെ, ദെൻ പിന്നെയാണ് അടുത്താണ് expansion stage. When piston reaches top dead center, the fuel is injected in the form of fine spray through fuel injection valve. The temperature of the compressed air is sufficiently high to ignite the fuel and combustion take place. Due to combustion, piston is pushed down and the piston moves from top dead center to bottom dead center. Movement of piston towards bottom dead center, the exhaust port is opened. The product of combustion are exhausted through the exhaust port into atmosphere. This completes the cycle and the engine is ready to suck the fresh air again. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? കംപ്രഷനും സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ ക്രാങ്കേസിലേക്ക് എയർ വരികയും ചെയ്യുന്നു. പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? അവിടെ പവർ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ എക്സോസ്റ്റ് സംഭവിക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ പോർട്ട് ചെയ്യുന്നു, എഞ്ചിനകത്തേക്ക് എയർ എൻട്രി ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ 2 സ്ട്രോക്കിൽ നമുക്ക് 2 സ്ട്രോക്കിൽ ഒരു പവർ കിട്ടും എന്നുള്ളതാണ് 2 സ്ട്രോക്കിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ സെയിം കപ്പാസിറ്റി ഉള്ള ഒരു 4 സ്ട്രോക്കും 2 സ്ട്രോക്ക് എടുക്കുകയാണെങ്കിൽ കൂടുതൽ പവർ ഔട്ട്പുട്ടും നമുക്ക് 2 സ്ട്രോക്കിൽ നിന്ന് കിട്ടും. കാരണം 2 സ്ട്രോക്കിൽ ഒരു പവർ കിട്ടും. 4 സ്ട്രോക്കിൽ 4 സ്ട്രോക്കിലാണ് നമുക്ക് ഒരു പവർ ഔട്ട്പുട്ട് കിട്ടുക. അതോടൊപ്പം തന്നെ 2 സ്ട്രോക്ക് ഒരു റെവല്യൂഷൻ, നേരത്തെ 4 സ്ട്രോക്കിൽ ക്രാങ്ക് 2 ഫുൾ റെവല്യൂഷൻ കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഒരു ഫുൾ റെവല്യൂഷനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദെൻ പിസ്റ്റൺ മൂവ്സ് ഫ്രം BDC ടു TDC. പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആദ്യം ട്രാൻസ്ഫർ പോർട്ട് അടയുന്നു, ദെൻ എക്സോസ്റ്റ് പോർട്ട് അടയുന്നു, ദെൻ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആകുന്നു. ഇനി പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആദ്യം ഇൻലെറ്റ് പോർട്ട് ക്ലോസ് ആകുന്നു, ദെൻ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആകുന്നു, ദെൻ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകുന്നു. ഓക്കെ, ദെൻ നമുക്ക് കമ്പാരിസൺ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 2 സ്ട്രോക്കും 4 സ്ട്രോക്കും അതോടൊപ്പം തന്നെ പെട്രോളും ഡീസലും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. താങ്ക് യു.